ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും മാറി തികഞ്ഞ ദൈവസ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയപ്പെട്ട് കർത്താവിന് പ്രസാദമുള്ള ഒരാത്മീയ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ആ ക്രൂശിലെ സ്നേഹം നമ്മുടെ അകത്തേക്ക് എത്തണം. ഇതിനെക്കുറിച്ച് പറയുവല്ല, ഇതിനെക്കുറിച്ച് കേൾക്കുവല്ല, ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ക്രൂശിലെ യേശു കർത്താവിൻ്റെ 7 മൊഴികൾ അല്ലെങ്കിൽ 7 സംഭാഷണങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. തീർച്ചയായും ഈ 7 സംഭാഷണങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ പല തെറ്റായ ധാരണകളും നീക്കി നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധീകരിക്കപ്പെടുവാനും ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിപ്പാനും നമ്മളെ സഹായിക്കും. നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ മാനുഷികമായ പല ബലഹീനതകളെയും ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പല നിരൂപണങ്ങളെയും അത് എടുത്ത് കളയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഈ ഒരു മെസ്സേജ് ഒരിക്കലും പറയാനായിട്ട് ആഗ്രഹിച്ചതല്ല. പുലർച്ചെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ക്രൂശിലെ 7 മൊഴികൾ എന്നുള്ളൊരു ഭാഗം ദൈവാത്മാവ് ഉണർത്തിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ ഒരു 7 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ക്രൂശിൽ കർത്താവ് കടന്നുപോയ വേദനകൾ, ആ ഒരു കഠിനമായ പീഡകളുടെ സമയങ്ങളൊക്കെ നമുക്കറിയാം. ഒറ്റയ്ക്ക് ഏകനായി ദൈവക്രോധത്തിൻ്റെ മുന്തിരിച്ചയ്ക്ക് ചവിട്ടിയ നമ്മുടെ ആത്മമണവാളനായ കർത്താവ് നമുക്ക് രക്ഷയ്ക്ക് മറ്റെന്തെങ്കിലും വഴികളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പിതാവ് സുപുത്രനെ ഇത്രയും ഹീനമായ, നീചമായ, കഠോരമായ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവ് ആ ക്രൂശീകരണ സമയത്ത് പറഞ്ഞ 7 കാര്യങ്ങൾ ഇത് കേട്ടു പോവല്ല, ഇത് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നിത്യജീവിതത്തിൽ നമ്മളതിനെ അപ്ലൈ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ മനോഭാവങ്ങൾ ഒന്ന് മാറ്റാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റും. ഒന്നാമത്തേത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ക്രൂശിലെ ഒന്നാമത്തെ മൊഴി അല്ലെങ്കിൽ ആദ്യത്തെ മൊഴി. രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലാണ്. സത്യത്തിൽ നമ്മൾ ആ ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ സത്യത്തിൽ ഒരു മനുഷ്യനെയും ചെയ്യാൻ പാടില്ലാത്തതുപോലെയാണ് കർത്താവിനോട് ഈ റോമൻ പടയാളികൾ ക്രൂരമായി പെരുമാറിയത്. എന്താ പറയുന്നത്, ഒരു സാധാരണ മനുഷ്യന് പോലും ചെയ്യാൻ പാടില്ല, ഒരു കുറ്റവാളിയോട് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. പക്ഷേ ഇതെല്ലാം അവർ ചെയ്യുമ്പോഴും അവരെ നോക്കി ക്രൂശിൽ കടന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒന്ന്, ക്ഷമ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആത്മീകമായ അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുന്നത് ക്ഷമിക്കാത്ത സ്വഭാവമാണ്. നമ്മൾ ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പത്രോസിൻ്റെയൊക്കെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമ്മൾ ഈ മറ്റുള്ളവരോടുള്ള വേദനയും നമ്മളെ ഉപദ്രവിച്ചവരോടുള്ള സങ്കടങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ പറ്റത്തില്ല. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഉപദ്രവിച്ചവരുണ്ട്. അപ്പം ദൈവദാസനെ ഞങ്ങൾ എന്താണ് അവരോട് ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം പറയാം, നമ്മളെ പലരും ഉപദ്രവിച്ചതുകൊണ്ടും ഒറ്റപ്പെടുത്തിയത് കൊണ്ടുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചതും ദൈവത്തെ മനസ്സിലാക്കാനൊക്കെ ഇടയായി തീർന്നത് നമ്മൾ ഈ ഒറ്റക്കാലിൽ നിൽക്കാനും ഒക്കെ പഠിച്ചത് അതുകൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞു, അലകല്ലിൽ, അതായത് തുണി അലക്കുന്ന കല്ല്, അപ്പോൾ ഈ തുണി അലക്കുന്ന കല്ലിൽ ജീൻസ് പാൻറ്റ് വെച്ചടിച്ചാലും കല്ല് പൊട്ടത്തില്ല, ജീൻസ് പാൻറ്റ് വെളുക്കത്തേ ഉള്ളൂ. അപ്പോൾ പല സമയത്തും നമ്മൾ ഈ പല കല്ലുകളോടും മൽപ്പിടുത്തം നടത്തുമ്പോഴും കല്ല് പൊട്ടുന്നില്ലെങ്കിലും നമ്മൾ വെളുത്തുകൊണ്ടിരിക്കുകയാണെന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആരോടെങ്കിലും സങ്കടങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവനാമത്തിൽ ക്ഷമിക്കുക, മറക്കുക, പുതിയതിലേക്ക് പോവുക. കഴിഞ്ഞതെല്ലാം കഴിയട്ടെ. ഒത്തിരി വേദനകളും സങ്കടങ്ങളും അമർഷങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന
അത് നമുക്ക് വേദനയാകും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത് കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഒരു മനോഭാവം ആ ഒരു നിലയിലേക്ക് മാറണം. എന്നാൽ ഇതിൻ്റെ മറുഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണെന്നറിയുമോ? യേശുവിനെ ഇത്ര ഹീനമായി അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെന്ന് പറഞ്ഞവർക്ക് സംഭവിച്ചത് AD 70 അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. ലോകമെങ്ങും അവർക്ക് ചിതറിപ്പോകേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ വിട്ടുമാറാത്ത വേദനകളും മുറിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവ് ക്രൂശിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാവാചകം നമുക്കൊരു മാതൃകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിരുപാധികം ക്ഷമിക്കുക. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കാൻ തക്കവണ്ണം ഉള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുക. ഇതാണ് ക്രൂശിലെ ഒന്നാമത്തെ ഈ ഒരു മൊഴിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആത്മീക സന്ദേശം, ചിന്ത എന്നുള്ളത്. ഇന്ന് ഒരുപാട് പേര് വെറുപ്പും വേദനകളും ഒക്കെ മനസ്സിൽ വെച്ച് അവർ രോഗികളായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം ആളുകൾ പുറകിലോട്ട് പോകാനുള്ള കാരണം ഇത്തരത്തിലുള്ള ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളോട് ഉപദ്രവിക്കുന്നവരോട് പോലും ക്ഷമിക്കണമെന്നാണ് ക്രൂശിൽ കർത്താവ് പഠിപ്പിച്ചത്. രണ്ടാമത്തേത്, എന്നെ ഏറ്റവും അധികം ഞാൻ ഈ വായിച്ചതിൽ ചിന്തിപ്പിക്കുകയും എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്. എന്താണെന്നറിയാമോ? ഒരു മകനെന്നുള്ള നിലയിൽ ആ ക്രൂശീകരണത്തിൻ്റെ സമയത്തും കർത്താവ് തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി. നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ സഹോദരി ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരത്തി മറിയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-27 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവർ 4 പേരും അവിടെ നിൽക്കുമ്പോൾ കർത്താവ് തൻ്റെ അമ്മയായ മറിയയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ അടുത്ത് നിൽക്കെ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നോക്കിക്കേ, പരസ്പരം കൈ പിടിപ്പിച്ച് മോൻ്റെ സ്ഥാനത്ത് ഒരാളെ ആക്കിയിട്ടാണ് ഇത് പറഞ്ഞതിന് ശേഷം സകലതും നിവൃത്തിയായി എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തു മനസ്സിലായി? വേണമെങ്കിൽ യേശുവിന് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത്രയും നാൾ എന്നെ പരിപാലിച്ച പിതാവ്, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവ്, ആ പിതാവ് തന്നെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ, ഒന്നും വിഷമിക്കേണ്ട. നമ്മളും അങ്ങനെയാണല്ലോ പലരോടും പറയും, ഒന്നും വിഷമിക്കേണ്ട, ദൈവം എല്ലാം നോക്കിക്കോളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഈ ഭൂമിയിലെ മാതാവിനെ ഏൽപ്പിക്കേണ്ട കരങ്ങളിൽ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മാതാപിതാക്കന്മാരുണ്ട്. മാതാപിതാക്കന്മാർക്ക് പച്ചവെള്ളം കൊടുക്കാത്ത, തെറി വിളിക്കുന്ന ഒത്തിരി ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ ദോഷമാണ് കേട്ടോ. ഞാൻ ഒരു 21 ദിവസത്തെ ഉപവാസത്തിൽ ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഇന്ന് ഞാനത് പറയുന്നില്ല. ദൈവാത്മാവ് ഞാൻ ആ ഉപവാസം തുടങ്ങുന്നതിൻ്റെ അന്ന് രാത്രിയിൽ ഒരു സ്വപ്നത്തിലൂടെ എനിക്കൊരു ഭയങ്കര വാണിംഗ് തന്നു. ആ ഒരു വാണിംഗ് എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാനത് പറയാം. കാരണം ഇന്നത് പറയാൻ പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളിലാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത്. ഈ മാതാപിതാക്കന്മാരെയൊക്കെ ദൈവം നമുക്ക് ഭൂമിയിൽ തന്നതാണ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊന്നും വിട്ട് ഒരിക്കലും നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വെള്ളം കൊടുക്കാതെ, അവരുടെ കാര്യങ്ങൾ നോക്കാതെ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും സ്വരുക്കൂട്ടുന്നതും ഒന്നും ശാശ്വതമാകത്തില്ല. ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്താൽ നാളെ നമ്മുടെ മക്കൾ ഇതേ കാര്യം തന്നെ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വല്യപ്പച്ചൻ്റെ മുടി എൻ്റെ അപ്പം വെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മോന് എൻ്റെ പപ്പായുടെ മുടി വെട്ടുന്നത് കണ്ടു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു വന്നൊന്നുമല്ല. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവമേ, നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാനായിട്ട് പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അമ്മയെ ഏൽപ്പിക്കേണ്ട കരങ്ങളിൽ ഏൽപ്പിച്ചു, മോനായിട്ട് തൽസ്ഥാനത്ത് ഒരാളെ ആക്കി. ആ ക്ഷണത്തിലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ഷണത്തിൽ ആ മകൻ അമ്മയെ വീട്ടിൽ കൈക്കൊണ്ടു. അതായത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം ഈ അമ്മയുടെ കാര്യം ആര് നോക്കും? ആര് നോക്കും? പ്രിയപ്പെട്ടവരെ, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതെവിടെയാണ് ചെയ്തത്? സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ്റെ കൈകളിലേക്ക് കൊടുത്തു. പത്രോസിൻ്റെ കയ്യിലായിരുന്ന ചിലപ്പം എടുത്തിയാട്ടത്തിന് ഉപേക്ഷിച്ചിട്ട് പോകുമോയെന്നൊന്നും എനിക്കറിയില്ല. ഒത്തിരി ആത്മീയ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വരികയാണ്. ഏൽപ്പിക്കേണ്ട കരങ്ങളിൽ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചവിട്ടുകയും ഉരുട്ടുകയും ചെയ്യുന്നവൻ്റെ കയ്യിലല്ല കൊടുത്തത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ്റെ കയ്യിൽ, ഏറ്റവും സ്നേഹിക്കുന്ന, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച, ആ സ്നേഹത്താൽ നിറഞ്ഞ 12 പേരിൽ ഏറ്റവും അധികം യേശു സ്നേഹിച്ചു എന്ന് പറയുന്ന മാറോടൊക്കെ ചാരിയ ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് തൻ്റെ അമ്മയെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചം കൊടുത്തു. കണ്ടോ, എത്ര കൃത്യമായിട്ടാണ് ചെയ്തത്. എവിടെയെങ്കിലും കൊണ്ട് തള്ളുവല്ല, ഇനി ആരെങ്കിലും നോക്കിക്കോളും എന്നല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളുടെ കാരണങ്ങളാണ് കേട്ടോ. പ്രാർത്ഥനയോടൊപ്പം ഇതൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ അടുത്തത് മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നോക്കുക, ഇത് കർത്താവ് തൻ്റെ വേദനയുടെ തീവ്രതയിൽ പറഞ്ഞൊരു കാര്യമാണ്. 6 മണിക്കൂറാണ് അവിടുന്ന് ക്രൂശിൽ കിടന്നത്. യഹൂദന്മാരുടെ 3-ാം മണി നേരം, അതായത് നമ്മുടെ സമയം അനുസരിച്ച് രാവിലെ 9 മണിക്ക് യേശുവിനെ ക്രൂശിക്കുന്നു. നട്ടുച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂർ സമയം സൂര്യൻ ഇരുണ്ടുപോയി, ദേശത്ത് പ്രകാശമില്ലാതെയായി. അതായത് ദൈവപുത്രൻ്റെ മരണം കാണാൻ കഴിയാതെ ജ്യോതിർഗോളങ്ങൾ പോലും കണ്ണടച്ച് കളഞ്ഞു. കാരണം പാപമൊന്നും ചെയ്യാത്ത, തെറ്റൊന്നും ചെയ്യാത്ത ദൈവപുത്രനായവൻ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ആ ക്രൂശിലേക്ക് പോയപ്പം അത് കാണാൻ പറ്റാതെ സൂര്യൻ പോലും കണ്ണടച്ച് കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും പാപത്തിനായിട്ട്. അങ്ങനെ ഈ ഒരു ഉച്ചയ്ക്ക് 3 മണിയാകുന്ന സമയത്ത്, അതായത് 9-ാം മണി നേരത്ത്, നമുക്കറിയാം 3, 6, 9 പകല് യാമങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 3 മണിക്ക്. അപ്പം ആ ഒരു ചൂടിൽ, കഠിനമായ പൊരിവെയിലത്ത്, എനിക്ക് ആ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ കൈ രണ്ടും തളച്ചിരിക്കുമ്പോൾ കാലുകൊണ്ടെങ്കിലും നമ്മളൊന്ന് ബലമെടുക്കും. ഇത് കാലും കൊണ്ടും പറ്റത്തില്ല, കാരണം കാലം തറച്ചിരിക്കുകയല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യഥാർത്ഥമായി ആ ഒരു രക്തചംക്രമണം പോലും, ബ്ലഡ് സർക്കുലേഷൻ പോലും നടക്കാതെ ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തി നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. അവിടെ കിടന്നുകൊണ്ട് പറയുക, പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്താണ്? സത്യത്തിൽ നമ്മൾ നിലവിളിക്കേണ്ടുന്ന നിലവിളി, ചില സമയത്ത് നമ്മൾ ചോദിക്കും, ദൈവമേ, എന്നെ എന്തിനാ കൈവിട്ടത്? എന്നെ എന്തിനാ ഉപേക്ഷിച്ചത്? എന്നെ ഇവിടുന്ന് മറന്നു കളഞ്ഞു? ദാവീദൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചില വേദനകൾ. ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനെ നിന്ദിക്കുകയല്ല, ഈ ക്രൂശിന് അപ്പുറത്ത് ഒരു പുനരുത്ഥാനമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി. യേശുവിനോടൊപ്പമുള്ള ജീവിതം എപ്പോഴും പട്ടുമെത്തയൊന്നും ആകണമെന്നില്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒക്കെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കഷ്ടതകളൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഈ കഷ്ടതകളുടെ മധ്യത്തിലും അതിൻ്റെ പിന്നിലെ ദൈവോദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. പിതാവ് പുത്രനെ കഷ്ടതയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ കഷ്ടമനുഭവിക്കാതിരിക്കാനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നിത്യനരകത്തിലേക്ക് പോകാതിരിക്കാനാണ്. നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് വാവിട്ട് നിലവിളിക്കുന്ന, അല്ലെങ്കിൽ പിതാവിനോട് ചോദിക്കുന്ന ഒരു പുത്രൻ മാനവജാതിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് നിലവിളിച്ചത് ദൈവം മുമ്പിൽ. നമ്മൾ നിലവിളിക്കേണ്ടതായിരുന്നു.
നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ദൈവകൃപ അനുഭവിക്കുന്നെങ്കിൽ, ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ ഒരു ദൈവിക രക്ഷയെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതനായവൻ ക്രൂശിനെ സഹിച്ച ക്രിസ്തുവാണെന്ന് നമ്മൾ മറക്കരുത്. അതെ, രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മിണ്ടാതെ തല താഴ്ത്തി നമുക്ക് വേണ്ടി ആ വിരൂപമാക്കപ്പെട്ട ക്രിസ്തു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മൂന്നാമത്തെ സംഭാഷണം നമ്മൾ അവസാനിപ്പിച്ചിട്ട് നാലാമത്തേത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് 23:43. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ചിലരൊക്കെ അവസാനം രക്ഷപ്പെടുന്നവരുണ്ട്. അന്ത്യസമയത്ത് ഒരു എൻ ടൈമിൽ രക്ഷപ്പെട്ട് കയറി പോകുന്ന ചില ആളുകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് തൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് ദുഷ്പ്രവർത്തിക്കാർ ക്രൂശിക്കപ്പെട്ടു എന്നാണ് കാണുന്നത്. ദുഷ്പ്രവർത്തിക്കാർ, കള്ളന്മാർ. അതായത് കള്ളന്മാരോടും ദുഷ്പ്രവർത്തിക്കാരോടും കൂടെയാണ് അവിടുത്തേക്ക് ഓഹരി കൊടുത്തത്. ഇവർ രണ്ടുപേരും ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ സമയത്ത് അപ്പുറവും ഇപ്പുറവും കിടന്ന് യേശുവിനെ ദുഷിക്കുകയായിരുന്നു. നമ്മൾ ഈ 4 സുവിശേഷ പുസ്തകം ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകും, ഇവർ രണ്ടുപേരും ദുഷിച്ചു. പക്ഷെ ഇവരിൽ ഒരാൾക്ക്, അത് വലത്തെ കള്ളനാണോ ഇടത്തെ കള്ളനാണോ എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ. അപ്പം ഇവരിൽ ഒരാൾക്ക് പിന്നീട് ഒരനുതാപമുണ്ടായി. ഇതെപ്പോഴുണ്ടായതെന്നോ എങ്ങനെ ഉണ്ടായതാണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്, എടാ, സമശിക്ഷാവിധിയിലായിട്ടും നമ്മൾ എന്തിനാണ് ദുഷിക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ക്രൂശിൽ കിടന്നപ്പോൾ ആ കള്ളന് പോലും മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ കർത്താവ് നിഷ്കളങ്കനാണെന്നും പാപമില്ലാത്തവനാണെന്നും. യഥാർത്ഥമായൊരു മാനസാന്തരം ക്രിസ്തുവിനെ കണ്ടെത്തുന്നതാണ്. ആ വ്യക്തി അത് കണ്ടു. കണ്ടതുകൊണ്ടുണ്ടായത് എന്താ? അവിടുന്ന് രാജാവാണെന്ന് മനസ്സിലായി. എന്തൊരു മാനസാന്തരമാണ്! രാജാവാണെന്ന് മനസ്സിലായി. അതുകൊണ്ടല്ലേ പറഞ്ഞേ, രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. അതായത് ഈ ക്രൂശിനപ്പുറം ഇദ്ദേഹത്തിനൊരു രാജ്യത്വം ഉണ്ടെന്നൊരു ആത്മീക വെളിപ്പാട് ക്രൂശിൽ കടന്നുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. ഇത് കിട്ടി യേശുവിനെ അംഗീകരിച്ചപ്പോൾ താൻ പറയുകയാണ്, യേശു കർത്താവ് തന്നോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അവസാന കൈക്ക് രക്ഷപ്പെട്ട് കയറിപ്പോകുന്ന ചില ആളുകളുണ്ടില്ലേ, അവരെ ലാസ്റ്റിലാണ് കയറിപ്പോകുന്നത്. അവസാനം വരെ രക്ഷപ്പെടാൻ ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് ഒരു കാരണമായിരിക്കുന്നത് യേശു കർത്താവാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിർബന്ധമായി പറയുന്നൊരു കാര്യമല്ല, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുക. ചില ആൾക്കാർ ചോദിക്കും, ക്രൂശിൽ കിടക്കുന്ന കള്ളൻ സ്നാനപ്പെട്ടിട്ടാണോ സ്വർഗത്തിൽ പോയത്? ഈ സ്നാനത്തിനെതിരെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാനിതിനാരെയും നിർബന്ധിക്കാറില്ല, കാരണം ഇത് അങ്ങനെയുള്ള ഒരു ടോക്കല്ലിത്. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. യഥാർത്ഥമായി ക്രിസ്തുവിനോടുകൂടെ മരിച്ചത്, സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടി മരിക്കുകയാണ്. യഥാർത്ഥമായി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ മരിച്ചത് ആ കള്ളനാണ്. ശരിക്കും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സമ്പ്രദായമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അതായത് ഒരു ജലകല്ലറയിലേക്ക് മുങ്ങി പൊങ്ങുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു എന്നുള്ളതാണ് റോമാലേഖനം 6-ാം അധ്യായം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ കാണുന്നത്. അതുകൊണ്ട് കള്ളൻ സ്നാനപ്പെട്ടതാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ല. യഥാർത്ഥമായി ക്രിസ്തുവിനോടുകൂടെ സ്നാനപ്പെട്ടത് ഈ കള്ളനാണ്. അതായത് ക്രൂശിൽ ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ യഥാർത്ഥമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു കള്ളൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഒരുത്തൻ എന്തു ചെയ്തു? ദുഷിച്ചു, മറ്റൊരുത്തൻ അംഗീകരിച്ചു. ഇന്നും അങ്ങനെയൊക്കെയാണ്. ചിലർ ദുഷിക്കും, ചിലർ അംഗീകരിക്കും. ഓരോരുത്തരും അവരുടെ തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകട്ടെ. എങ്കിലും സത്യമറിഞ്ഞ് അതിനെ അംഗീകരിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവസാന കൈക്കാണെങ്കിലും അവർ രക്ഷപ്പെട്ടു പോകും. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്. അഞ്ചാമത്തെ ക്രൂശിലെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഒരു മനുഷ്യത്വത്തെയാണ് അത് കാണിക്കുന്നത്. അതായത് അവിടുന്ന് ദൈവപുത്രനായിരുന്നെങ്കിലും ഈ കഠിനമായ വേദനകളിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോഴും നമ്മൾ അനുഭവിച്ചത് തന്നെയാണ് അവിടുന്ന് അനുഭവിച്ചത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പം ശരിക്കും ഈ
നോസ്റ്റിസിസം എന്നൊക്കെ പറയുന്ന കുറച്ച് പഠിപ്പീരുകളുണ്ട്. ഡോസറ്റിസം, നോസ്റ്റിസിസം, ഇതൊക്കെ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു പഠിപ്പീരുകളാണ്. അതായത് യേശുക്രിസ്തു മനുഷ്യനല്ല, ദൈവമായിരുന്നു, മായാവിയുടെ കൂട്ടായിരുന്നു, അതുകൊണ്ട് കഷ്ടതകൾ തോന്നിയതേ ഉള്ളൂ, ക്രൂശിൽ യഥാർത്ഥമായി മരിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പഠിപ്പീരുകളുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ദാഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, തൻ്റെ ആ ഒരു മാനുഷിക ശരീരത്തിലെ ആ ഒരു വേദനയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഉടനെ തന്നെ നമുക്കറിയാം, ഒരു പുളിച്ചവിഞ്ഞ ഒരു ഈസോപ്പ് തണ്ടിൽ സ്പോങ്ങിൽ യേശുവിൻ്റെ ആയിട്ട് കൊടുക്കുകയും, അതൊക്കെ ഒരു പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാണല്ലോ. അവിടുന്ന് അതേ തലചായ്ക്കുകയാണ്. പിന്നീടാണ് നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവൃത്തിയായി. യോഹന്നാൻ 19:31 വാക്യം. ഈ ഒരു കാര്യം വളരെ ഒന്ന് ശ്രദ്ധിക്കുക, എനിക്കതൊന്ന് എംഫസൈസ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് പറ്റില്ല. സകലതും നിവൃത്തിയായി. ഒന്ന്, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിപ്പാൻ തനിക്ക് കഴിഞ്ഞു. 2, കാൽവറി ക്രൂശിൽ സകലതും അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഇനിയും രക്ഷയ്ക്ക് വേണ്ടി കർമ്മങ്ങളുടെയോ ആചരണങ്ങളുടെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. സകലതും കാൽവറി ക്രൂശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ആ ക്രൂശിലെ ബലിമരണത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് നൽകി തന്ന രക്ഷയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടം പോരാടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിക്കും ഓരോ പോരാട്ടമുണ്ട്. എന്തുണ്ട്? പാപത്തോട്, പിശാചോട്, ലോകത്തോട് ഒക്കെ ഒരു 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 ക്രിസ്തു ശിഷ്യന് പോരാട്ടമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ പോരാട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആത്മീക യുദ്ധം. ആ പോരാട്ടത്തിൽ കാൽവറിയിൽ അവിടുന്ന് നൽകി തന്ന ജയത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ ഒരു രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുകയും നിത്യജീവനിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോവുകയും ചെയ്യുന്നവരായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവൃത്തിയായി. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 31 വാക്യം പറയുന്നെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നിലേക്കുള്ള ചില വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് സകലതും നിവൃത്തിയായി എന്ന് പറയുന്നത്. ഏതാണെന്നറിയോ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, അമ്മയെ മറ്റൊരു കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചിട്ട്, ആ വാക്യം അങ്ങനെയാണ്. നിങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെ ഒന്ന് വായിച്ചു നോക്കൂ. അമ്മയെ, 4 സ്ത്രീകൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അവരിൽ തൻ്റെ അമ്മയെ യോഹന്നാൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് യോഹന്നാനോട് ഇത് നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കരങ്ങളിൽ മാതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം തലചായ്ച്ച് സകലതും നിവൃത്തിയായി എന്ന് യേശു അറിഞ്ഞു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഞാനൊരു കാര്യം പറയാം. മാനവജാതിയുടെ രക്ഷ മാത്രമല്ല നിവൃത്തിയാക്കിയത്. എന്തൊക്കെയാണ് നിവൃത്തിയാക്കിയത്? ഭൂമിയിലെ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിവർത്തിച്ചു. നമ്മളൊക്കെ പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി മാറുന്നവരാണ്. അപ്പനും അമ്മയും ശുശ്രൂഷയ്ക്ക് ബാധ്യതയാണെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയത്തോടെ ഞാൻ പറയുകയാണ്. അവർ കാരണം എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച ആ ക്രിസ്തു, അത് ഭയങ്കരമാണ് പ്രിയമുള്ളവരെ. ആ വചനം ശരിക്കും യഥാർത്ഥമായി ഞാൻ പറഞ്ഞാൽ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് അതാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തങ്ങൾ, ഭാര്യയോടുള്ള, കുടുംബത്തോടുള്ള, കുഞ്ഞുങ്ങളോടുള്ള, സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും എന്നൊക്കെ ചോദിച്ചതുപോലെ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ച് ഓടിപ്പോകുന്നവരായിട്ടല്ല. ഞാൻ അത്രയും പറയുകയാണ്, സകലതും നിവൃത്തിയായി. ഏറ്റവും ഒടുവിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 23:36 വാക്യം, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എന്താണത്? ഒരു സമർപ്പണമാണത്. എങ്ങനെയുള്ള സമർപ്പണമാണ്? യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ ഒന്നല്ല, ഒരുപാട് സമർപ്പണം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പണ്ട് ഞാനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ അവിടുന്ന് കാണിച്ചത് ഏറ്റവും വലിയ സമർപ്പണം. 2, ഗത്സമനയിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ താൻ കാണിച്ച രണ്ടാമത്തെ സമർപ്പണം. കാൽവറി ക്രൂശിൽ ഈ സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയും ഒക്കെ അവിടുന്ന് കടന്നുപോയത്
അടുത്ത വലിയ സമർപ്പണം, ഏറ്റവും ഒടുവിൽ എല്ലാം തീർത്തിട്ട്, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഒരു സമർപ്പണത്തോടുകൂടെ നമുക്ക് ഈ ദൈവജന ശുശ്രൂഷ അവസാനിപ്പിക്കാം. എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമോ? ഈ 7 സംഭാഷണങ്ങൾ, ക്രൂശിലെ 7 സംഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തതായി, പൊറുക്കാൻ പറ്റാത്തതായി, വേദനിപ്പിച്ചവരോടുള്ള പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിന് നമ്മൾ ഉപയോഗിക്കുവാൻ കഴിയാത്തവണ്ണമുള്ള മുറിവുകൾ ദൈവസ്നേഹത്താൽ കെട്ടപ്പെടുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയോടടുത്ത് വരും. ഈ ദൈവവചന സന്ദേശം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവമേ കേൾക്കുന്ന, അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹത്താൽ അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഹൃദയത്തിൻ്റെ അകത്തെ മുറിവുകളെ ആ സ്നേഹം കെട്ടണമേ കർത്താവേ. വാസ്തവമായ ദൈവസ്നേഹം അതിതുവരെയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥയാഴം അനുഭവിപ്പാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒന്നിച്ച് അനുഗ്രഹിക്കണം. ദൈവപ്രസാദമുള്ള ദൈവമേ, പകയ്ക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന ആ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ടീച്ചിങ്, ദൈവമേ, ഈ ലോകത്തിന് മുമ്പിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ആ ഒരു സുവിശേഷത്തിൻ്റെ ശക്തി, അതിനെ കർത്താവേ, ആമേൻ, ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൃപ നൽകണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അറിയാം. ഈ ദൈവസ്നേഹം അതേ വൻകരകൾക്കപ്പുറത്തേക്ക് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും അനേകരായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. കർത്താവ് വരുന്നില്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു.